താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോതാലവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായുവെന്നൊറ്റുനാളവനോടു പിരിഞ്ഞതും ഇന്നകേകായിരം വത്സരം കൂടി ഞാനെന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനൻ. എന്നുടെ സോദരനായുധക്രിയക്കെന്നെയെടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിച്ചതുക്രിയാദികൾ നിങ്ങൾക്കു വാക്സഹായവും ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദി തീരത്തു വച്ചിടിനാളാധരാൽ തത്സലിയിലെ കുളിപ്പിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥനാദേശത്തിരുത്തിനാൽ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൾ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മഹാശോകകാനനെ ജാനകി നഗ്നഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരെ 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം. വൃദ്ധനാകയാൽ സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിന്നവർ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്നു ദുഷ്ടനെ കൊല്ലേണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യജ്ഞേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകാരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവമതിന്നു വഴിയുന്നു നിർണയം രത്നാകാരം ശതയോജനാ വിസ്തൃതം. യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ നിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നാരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാൾ. സമ്പാദിയുടെ പൂർവ വൃത്താന്തം. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൾ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന നിർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറന്നിതൂ മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതി ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചതുനു ജനും പക്ഷപൂടങ്ങളിലപ്പോഴവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണുതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാനനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനെ നന്ദനായി 3 ദിനം കിടന്നീടിനൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളെറിയാഞ്ഞും വിഭ്രാന്തമാനസാനായുണർന്നങ്ങനെ ചൊന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദശാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടും പണ്ടുകൊണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതീനൊന്തു മൂലമിതാരാകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കിന്നു ബദ്ധവാനന്തു പക്ഷം പറകനി എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു
സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനുദ്ധരിക്കേണ്ടു പായമി വേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായരുളി ചെയ്തു നിശാകരോപദേശം. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം പുരുഷനീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ, ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിനുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടും മോഹദാഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളൊരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ള അഹങ്കാരമോർക്ക നീ. ഛായയോടും സംയുക്തമായി വാർത്തതേ തപ്തമായുള്ളോരവ പിണ്ടവാൻ സദാ. തേന ദേഹത്തിനു സദ്യാത്മയോഗേന താനൊരു ചേതനാവാനായി ഭവിക്കുന്നു. ദേഹേഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും. മാഹന്തനൂനമാത്മാവിനുമായ ദേഹം അഹം ദൈവ കർമ്മകർത്താഹമീത്യാഹന്തവ സങ്കൽപ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു. ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശും കീഴ്പോട്ടും ഭ്രമിച്ചതി. താൽപര്യവാൻ പാപാത്മകൻ സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തൻ വളരെ ഞാൻ. വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോ. ഉത്തമാംഗം കൊള്ളു വീഴുമധോ ഭുവി പുണ്യമുടുങ്ങിയാൽ ഇന്ദു തന്മണ്ഡലേ. ചെന്നു പതിച്ചു നീഹാരസമേതനായി ഭൂമോ വധിച്ച ശല്യാദികളാൽ ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചാതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്നു ദേദസായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ താരായു പരിവേഷ്ടിതാവുമാം. ഏകദിനേന കലർന്നു കലലാമാമേകീഭവിച്ചാലതും ഭിന്നമെല്ലവേ. പഞ്ചരാത്രം കൊണ്ടു ബുദ്ധാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം